ഏതമ്പലത്തിലാ പോകുന്ന കല്ലു? അത് ഓക്കെ, അത് നിങ്ങൾ അതെ 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 അതൊരു സസ്പെൻസ് ആയിരിക്കും. ഓക്കെ ഓക്കെ ബൈ. നീ കാരണം ഞങ്ങൾ പോയിട്ട് വരാം. എന്ത് മേടിക്കണ്ടേ? കപ്പലണ്ടി. എടാ അമ്പലത്തിൽ പോകുന്നതിന് എന്തിനാടാ കപ്പലണ്ടി? കല്ലുവിന് വേണോ കപ്പലണ്ടി? അത് പിന്നെ ഒന്നും വേണ്ടല്ലേ. നമ്മുടെ കാശിക്കുട്ട ഒരാഗ്രഹം പറഞ്ഞല്ലേ കപ്പലണ്ടി വേണമെന്ന്. അപ്പം നമുക്കത് വാങ്ങിച്ചു കൊടുക്കണ്ടായോ. ഞങ്ങളങ്ങനെ വണ്ടി തിരിച്ച് കടയുടെ അടുത്ത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പലണ്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്സ് ഐറ്റംസ് ഒന്നാണ് കപ്പലണ്ടി കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേടിച്ചു. നമ്മളിപ്പോൾ ഇളമ്പം നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി കുറേ ദൂരം ഉണ്ടെന്ന് ഏട്ടൻ പറഞ്ഞു. അപ്പം നമുക്ക് പോവാം. ഏതമ്പലത്തിലാ പോണേ? അറിയാത്തേ? ഞങ്ങള് പറഞ്ഞില്ല ഏതമ്പലത്തിലാ പോന്നേന്ന്. അതുകൊണ്ട് കാശിക്കുട്ടൻ അറിഞ്ഞൂടാ. ഇഷ്ടമാണ്. ഒരു ക്ലൂ ഞാൻ പഠിച്ചിട്ട് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവും. അതാണ് പോയിന്റ് ഇല്ലേ ക്ലേ? എന്നിട്ട് പോയി ദുഷ്ടനായ പാമ്പ് ഭക്ഷണം തേടി വന്നു. അതാണ് കുഞ്ഞുദ്ദേശിച്ചത്. ആണോ? അതെനിക്ക് മനസ്സിലായില്ല കേട്ടോ. LKG അടുത്ത വർഷം LKGയിലോട്ടാണ് ഫ്രണ്ട്സ് കാശിക്കുട്ടൻ. എങ്ങനെ ടീച്ചർ ഭാഷ മനസ്സിലാക്കി കൊടുക്കുന്നു എനിക്കറിയാം. മിക്കവാറും ഞാൻ എന്നോടെ തർജ്ജിമ ചെയ്യാൻ വേണ്ടി പോകേണ്ട വരുന്ന ഒരു അവസ്ഥയിലാണ് അല്ലേ കാശി? അങ്ങനെ ഞങ്ങൾ കഥ തുടങ്ങിയ പിന്നെ തീരത്തില്ല. പറഞ്ഞു ഇവിടെ പാട്ടെടുത്ത ആളെ കണ്ടോ? ഞങ്ങൾ ഇങ്ങനെ എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾക്ക് അറിയണ്ടായോ? ഞങ്ങൾ പോകുന്നത് നമ്മുടെ കോട്ടുകൽ ഗുഹാക്ഷേത്രത്തിലാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി കേട്ടോ. നല്ല പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അമ്പലത്തിൻ്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അങ്ങനെ കാശിക്കുട്ടനും കല്ലിക്കുട്ടനും എല്ലാവരും ഇറങ്ങി. ഏട്ടൻ നേരത്തെ എപ്പോഴും ഇവിടെ ഫ്രണ്ടിൻ്റെ കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനും അമ്മയും കുഞ്ഞുങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. ഞാൻ ഈ യൂട്യൂബൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടുകൊണ്ട് ഈ അമ്പലത്തിനെ കുറിച്ചുള്ള റിവ്യൂ ഒക്കെ. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. ഇപ്പം വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അമ്പലത്തേക്ക് കൊടുക്കാൻ വേണ്ടി കറുകമാലയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ വന്നത് കറക്റ്റ് സമയത്തായിരുന്നു കേട്ടോ. ദീപാരാധന സമയമായിരുന്നു. നമുക്കിവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ട് പോലും സമയത്ത് എത്താൻ കഴിഞ്ഞു. ഇത്രയും ദൂരത്തുനിന്ന് വന്ന് നമുക്ക് ദീപാരാധനയെ കണ്ട് തൊഴാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമല്ലേ. അങ്ങനെ ഞങ്ങൾ തൊഴുതു. പിന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളിവിടെ വന്നതിന് ശേഷമാണ് കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഒറ്റക്കൽ പാറയിൽ കൊത്തിയെടുത്തൊരു ക്ഷേത്രമാണിത്. അതുകൂടാതെ ഈ ക്ഷേത്രത്തിന് 1500 വർഷത്തെ പഴക്കമുണ്ടത്രേ. പിന്നെ ഈ ക്ഷേത്രം പുരാവസ്തു, ടൂറിസം, ദേവസ്വം എന്നിവയുടെ അണ്ടറിലാട്ടോ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ വലം വെച്ചൊക്കെ തൊഴുതു വന്നപ്പോഴത്തേനും ഒരുവിധം സന്ധ്യയായി കേട്ടോ. അവിടെ ഇരിക്കാനൊക്കെ നല്ലതാണ്. നല്ല കാറ്റൊക്കെയാണ്. കുറേ സമയം ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കല്ലൂസും കാശിക്കുട്ടനും ആദ്യമായിട്ടോ ഇങ്ങനെ അമ്പലം കാണുന്നത്. നമ്മൾ പിന്നെ നെറ്റിലെങ്കിലും കണ്ടുകൊണ്ട് കേട്ടിട്ടുണ്ടെന്ന് പറയാം. അവർക്ക് ഒരുപാട് സംശയങ്ങളാണ്. എന്താമേ നമുക്ക് അമ്പലത്തിനകത്ത് കയറാൻ പറ്റുന്നത്? സാധാരണ നമ്മളെല്ലാ ക്ഷേത്രങ്ങളിലും പോലെ നമുക്ക് അകത്ത് കയറി തൊഴാൻ പറ്റില്ല. നമ്മൾ പുറത്ത് നിന്നല്ലേ തൊഴുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചു. അങ്ങനെ ഞങ്ങളെ ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ റോഡ് സൈഡിൽ എല്ലാ ലൈറ്റുകളായിരുന്നു കേട്ടോ. എല്ലാ അമ്പലത്തിലും ഉത്സവങ്ങൾ നടക്കുവാണല്ലോ. പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഫുഡും കഴിച്ചിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങളോട് തട്ടുകടയിൽ കയറി. ഇനി നമ്മുടെ കാശിക്കുട്ടനോട് ചോദിക്കാം എന്താ വേണ്ടതെന്ന്. ചായയും ദേവിയും ചിക്കനും വേണം. ദോശയും ചിക്കൻ ഫ്രൈയും ഗ്രേവിയും മുട്ടയും.
ഇതൊക്കെ കഴിക്കുവോ? നിനക്ക് ഇവിടെ ദോശയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫുഡിങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ദോശയാട്ടോ വാങ്ങിച്ചത്, ഞാൻ മാത്രം പൊറോട്ട വാങ്ങിച്ചുള്ളൂ. പിന്നെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഓംപ്ലേറ്റും എല്ലാം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാവരും കഴിച്ചു. നമ്മുടെ കല്ലൂസ് കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സ്വന്തമായിട്ട് കഴിക്കുമ്പോൾ അല്പം സ്ലോ ആണ് കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വ്ളോഗിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.